ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയിലെ മൂന്നാമത്തെ മത്സരം തിരുവനന്തപുരത്ത് ഉടൻ ആരംഭിക്കും. 7 മണിക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. അക്ഷയ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അക്ഷയ, എങ്ങനെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്? കാണികൾ എത്തി തുടങ്ങിയോ? എന്തെല്ലാമാണ് പുതിയ വിവരങ്ങൾ? നജ്മ, കാണികളെല്ലാം എത്തി തുടങ്ങി. ഈ അവസരത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള പുതിയ വിവരം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ടോസ് ലഭിച്ചിരിക്കുകയാണ്. ഇന്ത്യക്കാണ് ടോസ് ലഭിച്ചത്. ടോസ് ലഭിച്ച ഇന്ത്യ ശ്രീലങ്കയെ ബാറ്റിംഗിന് അയച്ചിരിക്കുകയാണ്. നിലവിൽ പ്ലേയിങ് 11 വന്നു. ജമീമ റോഡ്രിഗസ് കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പ്ലേയിങ് 11-ൽ ജമീമ റോഡ്രിഗസും ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് നിലവിലെ ഇന്ത്യൻ സ്ക്വാഡിനകത്ത് മാറ്റങ്ങളൊന്നും തന്നെയില്ല. സ്മൃതി മന്ദാന, ഷഫാലി വർമ്മ, ജമീമ റോഡ്രിഗസ്, ഹർമൻപ്രീത് കൗർ, റിച്ച ഘോഷ്, അമൻജോത് കൗർ, ദീപ്തി ശർമ്മ, വൈഷ്ണവി ശർമ്മ, ഗ്രാന്തി ഗൌഡ്, ശ്രീചരണി, രേണുക സിംഗ് താക്കൂർ ഇവരടങ്ങിയതാണ് ഇന്ത്യയുടെ സ്ക്വാഡ് എന്ന് പറയുന്നത്. ഈ പ്ലേയിങ് 11 ഇന്ന് തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്ത് മാച്ചിനിറങ്ങുക. നിലവിൽ ജമീമ റോഡ്രിഗസ് കളിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അഭ്യൂഹങ്ങൾക്കൊക്കെ തന്നെ തീർത്തും വിരാമമാണ്. ജമീമ റോഡ്രിഗസ് കളിക്കും. ആ വെടിക്കെട്ട് ബാറ്റിംഗ് ഇന്ന് തിരുവനന്തപുരത്ത് കാണാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാ കാണികളും നിൽക്കുന്നത്. ഈ കളിയുടെ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വിശാഖപട്ടണത്ത് ജയിച്ചു കയറിയ അതേ പാറ്റേൺ തന്നെയാണ് നിലനിൽക്കുന്നത്. അതായത് വിശാഖപട്ടണത്തെ 2 മത്സരങ്ങളിലും ഇന്ത്യക്കാണ് ടോസ് ലഭിച്ചത്. ടോസ് ലഭിച്ച ഇന്ത്യ 2 തവണയും ശ്രീലങ്കയെ ബാറ്റിംഗിന് അയച്ചു. ഇന്നും അതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇന്നും ഇന്ത്യക്ക് ടോസ് ലഭിച്ചു. ടോസ് നേടിയ ഇന്ത്യ ശ്രീലങ്കയെ ബാറ്റിംഗിന് അയച്ചു. മറ്റ് മത്സരങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ 20 ഓവറിനകത്ത് 122, 128 റൺസുകൾ മാത്രമേ കഴിഞ്ഞ 2 കളികളായിട്ട് ശ്രീലങ്ക എടുത്തിട്ടുള്ളൂ. അതായത് 130-ന്റെ ഉള്ളിലാണ് ശ്രീലങ്കയുടെ റൺ റേറ്റ് അല്ലെങ്കിൽ റൺ വേട്ട എന്ന് പറയുന്നത്. അതിനെ 20 ഓവറിന് മുന്നേ, അതായത് ആദ്യത്തെ കളിയിൽ 14 ഓവറിലും രണ്ടാമത്തെ കളിയിൽ 11 ഓവറിലുമാണ് ഇന്ത്യ ചേസ് ചെയ്തത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കളിയിലും ഇന്ത്യ ജയിക്കാനാണ് സാധ്യതയുള്ളത്. നിലവിൽ ഇന്ത്യക്ക് അനുകൂലമാണ് കാര്യങ്ങളെല്ലാം തന്നെ. കാരണം ഇന്നലെ വൈകിട്ടാണ് ഇന്ത്യൻ ടീം പരിശീലനം നടത്തിയത്. അതുകൊണ്ട് സ്റ്റേഡിയത്തിന്റെ അവസ്ഥ എന്താണ്, സ്റ്റേഡിയത്തിലെ കാലാവസ്ഥ എങ്ങനെയാണ്, സ്റ്റേഡിയത്തിലെ മഞ്ഞുവീഴ്ച എങ്ങനെ ബാധിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ ടീമിന് അറിയാം. എന്നാൽ ശ്രീലങ്കൻ ടീമിന്റെ അവസ്ഥ അതല്ല. അങ്ങനെ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും ഇന്നത്തെ മത്സരം പൊടിവാറും.